ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിലുള്ള ഒരു കുഞ്ഞു സ്റ്റോറിയാണ്. റീഡ് ആൻഡ് റിജോയ്സ് സെക്ഷനിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കുക, റിജോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സന്തോഷിക്കുക അല്ലെങ്കിൽ രസിക്കുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ റീഡ് ആൻഡ് റിജോയ്സ്, വായിച്ച് രസിക്കാനുള്ള ഒരു കുഞ്ഞു സ്റ്റോറിയാണ്. ദ ബെയർ ആൻഡ് ദ ബ്രേവ് ഗേൾ എന്നാണ് ഈ സ്റ്റോറിയുടെ പേര്. ബെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, കരടി. ബിയർ എന്ന് വായിക്കരുത്, ബെയർ എന്നാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. ഓക്കെ, ഉച്ചാരണം കറക്റ്റ് എന്താണ്, ബെയർ. അപ്പം എന്താണ്, ദ ബെയർ ആൻഡ് ദ ബ്രേവ് ഗേൾ. ബ്രേവ് ഗേൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രേവ് എന്ന് പറഞ്ഞാൽ ധൈര്യശാലിയായ ഗേൾ, പെൺകുട്ടി. അപ്പോൾ എന്താണ്, ഒരു കരടിയുടെയും ധൈര്യശാലിയായ ഒരു പെൺകുട്ടിയുടെയും കഥയാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. ദയ വെൻറ്റ് ടു ദ ജംഗിൾ ടു കളക്ട് ഫയർവുഡ്. അപ്പം ഈ കുട്ടിയുടെ പേരെന്താണ്, ദയ എന്നുള്ളതാണ്. അപ്പോൾ ദയ എന്ത് ചെയ്യാണ്, വെൻറ്റ് ടു ദ ജംഗിൾ. ജംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കാട്. കാട്ടിലേക്ക് പോയി. വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയി. അപ്പോൾ ദയ എന്ത് ചെയ്തു, കാട്ടിലേക്ക് പോയി. എന്തിനു വേണ്ടിയാണ് പോയത്, ടു കളക്ട് ഫയർവുഡ്. ഫയർവുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തിക്കാനുള്ള വിറക് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ദിയ കാട്ടിലേക്ക് പോയത്. a hut in the jungle. Who is inside? Let me see. അപ്പോൾ ദിയ അവിടെ ഒരു കാട്ടിൽ, ജംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കാട് അല്ലേ, കാട്ടിൽ ഒരു ഹട്ട് കണ്ടു, ഒരു കുടിൽ പോലെ കണ്ടു. ഹൂ ഇസ് ഇൻസൈഡ്, ആരാണ് ഉള്ളിലുള്ളത്, ലെറ്റ് മീ സി, ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ ഇവിടെ പിക്ചറിൽ കാണാം, ഉള്ളിൽ ആരാണുള്ളത്, ബെയർ ആണല്ലേ. ഹൂ ആർ യു, അപ്പോൾ ബെയർ ചോദിക്കുകയാണ്, നീ ആരാണ്. വൈ ആർ യു ഹിയർ, നീ എന്താ ഇവിടെ. അപ്പം ഈ നമ്മളുടെ ദയ എന്താ പറയുന്നത്, ഐ എം സോറി, എന്നോട് ക്ഷമിക്കണം, ഐ ലോസ്റ്റ് മൈ വേ, ഞാൻ എന്താണ് വഴി തെറ്റി വന്നതാണ് എന്ന് ആര് പറയാണ്, ദയ പറയാണ്. അപ്പം വെൽ ഐ വാസ് ഇൻ സെർച്ച് ഓഫ് എ കുക്ക്. എന്താണ് ബെയർ പറയുന്നത്, ഞാനൊരു കുക്കിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. കുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, പാചകക്കാരൻ അല്ലെങ്കിൽ പാചകക്കാരി. അപ്പോൾ ഒരു പാചകം ചെയ്യാനുള്ള ഒരാളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. യു ആർ മൈ കുക്ക് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. നീയാണ് ഇന്നു മുതൽ എൻ്റെ കുക്ക്, പാചകക്കാരി എന്ന് പറയാണ്. ഓ പ്ലീസ് ലെറ്റ് മീ ഗോ, മൈ ഗ്രാൻഡ്മ ഇസ് അലോൺ അറ്റ് ഹോം. അപ്പോൾ ദയ എന്താ പറയുന്നത്, ഓ പ്ലീസ് ലെറ്റ് മീ ഗോ, എന്നെ പോകാൻ അനുവദിക്കൂ. മൈ ഗ്രാൻഡ്മ ഇസ് അലോൺ അറ്റ് ഹോം, എൻ്റെ ഗ്രാൻഡ്മ എന്താണ്, വീട്ടിൽ തനിച്ചാണ്. അലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്, തനിച്ചാണ് എന്ന് ദയ പറയാണ്. നോ ഗോ ടു ദ കിച്ചൺ ആൻഡ് ബേക്ക് മീ സം കേക്ക്സ്. അപ്പം വേറെന്ത് പറഞ്ഞു, പറ്റില്ല, ഗോ ടു ദ കിച്ചണിലേക്ക്, അടുക്കളയിലേക്ക് ചെല്ല്, അടുക്കളയിലേക്ക് പോ. എന്നിട്ട് എന്താണ്, ബേക്ക് മീ സം കേക്ക്സ്, എനിക്ക് വേണ്ടി കുറച്ച് കേക്ക്സ് ഉണ്ടാക്കാൻ പറയാണ്. ഓ ഐ എം ട്രാപ്ഡ്, ഐ മസ്റ്റ് പ്ലേ എ ട്രിക്ക് ടു സേവ് മൈ സെൽഫ്. അപ്പോൾ ദയ എന്താണ് വിചാരിക്കുന്നത്, ഓ ഐ ആം ട്രാപ്ഡ് മീൻസ് എന്താണ്, ഞാൻ ഇവിടെ പെട്ടുപോയി കരടിയുടെ അടുത്ത് അല്ലേ. ഐ മസ്റ്റ് പ്ലേ എ ട്രിക്ക് ടു സേവ് മൈ സെൽഫ്. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിക്കണം, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, എന്നെ തന്നെ രക്ഷിക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു തന്ത്രം ഇവിടെ പ്രയോഗിക്കണമെന്ന് അവളിങ്ങനെ ചിന്തിക്കുകയാണ്. നെക്സ്റ്റ് പേജ് നോക്കാം. ദയ ബേക്ക്ഡ് സം കേക്ക്സ്. അപ്പോൾ ദയ എന്ത് ചെയ്തു, കുറച്ച് കേക്ക് ഉണ്ടാക്കി. ദ ബെയർ എൻജോയ്ഡ് ദ ഡെലീഷ്യസ് കേക്ക്. അപ്പോൾ നല്ല ഡെലീഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രുചികരമായ കേക്ക്. അപ്പോൾ ബെയർ എന്ത് ചെയ്തു, എൻജോയ്ഡ് ദ ഡെലീഷ്യസ് കേക്ക് എന്ന് പറഞ്ഞാൽ ബെയർ ആ ഒരു രുചികരമായ കേക്ക് നല്ല ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കഴിച്ചു. പ്ലീസ് ലെറ്റ് മീ ഗോ ഹോം ആൻഡ് ഗീവ് ദിസ് കേക്ക് ടു മൈ ഗ്രാൻഡ്മ. അപ്പം ദയ പറയാണ്, പ്ലീസ് ലെറ്റ് മീ ഗോ ഹോം, എന്നെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കൂ. ആൻഡ് ഗീവ് ദസ് കേക്ക് ടു മൈ ഗ്രാൻഡ്മ. എന്നിട്ട് എന്താണ്, ഈ കേക്ക്സ് ഗ്രാൻഡ്മയ്ക്ക് കൊടുക്കണം എന്ന് പറയണം. ഹാ ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ. അപ്പം വേറെന്താ പറയുന്നത്, ഹാ ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ, എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. ഐ വിൽ ടേക്ക് ഇറ്റ് ടു യുവർ ഗ്രാൻഡ്മ. ഞാനിത് നിൻ്റെ ഗ്രാൻഡ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തോളാം. പാക്ക് ചെയ്യാൻ പറയാണ്. ഓ ഐഡിയ, ഐ വിൽ ഹൈഡ് ഇൻസൈഡ് ദ ഹാമ്പർ. അപ്പോൾ ദയ ചിന്തിക്കുകയാണ്, ഒരു ഐഡിയ ഉണ്ട്. ഐ വിൽ ഹൈഡ് ഇൻസൈഡ് ദ ഹാമ്പർ, അതായത് ഈ കേക്ക് കൊണ്ടുപോകുന്ന ഒരു കൊട്ട, ഹാമ്പർ എന്ന് പറഞ്ഞാൽ കൊട്ട, ആ കൊട്ടേൻ്റെ ഉള്ളിൽ കയറി ഈ പിന്നെ കരടി അറിയാതെ ഒളിച്ചിരിക്കാനാണ് നമ്മളുടെ ദയയുടെ പ്ലാൻ. അപ്പോൾ ഓക്കെ പറഞ്ഞു കരടീനോട്, എന്ത് പിന്നെ ഞാൻ കേക്ക് ഒക്കെ എടുക്കാമെന്നുള്ള രീതിയിൽ ഓക്കെ പറഞ്ഞു. ഓക്കെ, ഗ്രാൻഡ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് എടുക്കാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിനാണ് കേട്ടോ ഓക്കെ പറഞ്ഞത്. നെക്സ്റ്റ് എന്താണ്, ദ ബെയർ എൻ്റർ ദ വില്ലേജ്. അപ്പോൾ ബെയർ എന്ത് ചെയ്തു, ആ ഒരു വില്ലേജിലേക്ക്, ദയയുടെ ആ ഒരു ഗ്രാമത്തിലേക്ക് എൻ്റർ ചെയ്തു, കടന്നു ചെന്നു. ഓ ഡോഗ്സ്. അപ്പോൾ എന്താണ്, ഇവിടെ പിക്ചറിൽ നമുക്ക് കാണാം അല്ലേ, ഡോഗ്സ് ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ബെയർ ഇങ്ങനെ പറയാണ്, അയ്യോ ഡോഗ്സ് ഉണ്ട് എന്ന് പറയാണ്. ദ ബെയർ വാസ് അഫ്രൈഡ്. ബെയർ എന്താണ്, ആ ഡോഗ്സിനെ കണ്ടിട്ട് ഭയന്നു.
ഇറ്റ് പുട്ട് ദ ഹാമ്പർ ദെയർ ആൻഡ് റാൻ അവേ. അപ്പോൾ കരടി എന്ത് ചെയ്തു, ആ ഒരു ഹാമ്പർ, ആ ഒരു കുട്ട അവിടെ ഇട്ടിട്ട് എന്ത് ചെയ്തു, ആൻഡ് റാൻ അവേ, ഓടിപ്പോയി. ദയ കെയിം ഔട്ട് ഓഫ് ദ ഹാമ്പർ. ദയ എന്ത് ചെയ്തു, ആ ഒരു കൊട്ടയിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് ദയ എന്താ പറയുന്നത്, ഹ ഹാ മൈ ട്രിക്ക് വർക്ക്ഡ്. ദയ ഇങ്ങനെ ചിരിച്ചുകൊണ്ട്, പൊട്ടി ചിരിച്ചുകൊണ്ട് പറയാണ്, എൻ്റെ ട്രിക്ക്, എൻ്റെ തന്ത്രം വർക്ക് ചെയ്തു, എൻ്റെ തന്ത്രം ഫലിച്ചു എന്നുള്ള രീതിയിൽ ദയ ഹാപ്പിയായി. അങ്ങനെ ദയ എന്ത് ചെയ്തു, ആ ഒരു കരടീൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു അല്ലേ. അപ്പോൾ ഇത്രയും ആണ് നമ്മളുടെ സ്റ്റോറിയിലുള്ളത്. സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.